ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. ഈ വർഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സൂപ്പർ താര സിനിമകൾ ഏതൊക്കെ, ആ സിനിമകളുടെ എല്ലാം കൃത്യമായ റിലീസ് തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചിത്രം കളങ്കാവൽ. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയാണ് കളങ്കാവൽ. മമ്മൂട്ടിക്കൊപ്പം വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വിനായകൻ നായകനായും മമ്മൂക്ക വില്ലനായും എത്തുന്നു എന്നതാണ് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി മമ്മൂക്ക തന്നെ നിർമ്മിക്കുന്ന കളങ്കാവലിന് തിരക്കഥയൊരുക്കുന്നത് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ്. ക്യാമറ ഫൈസൽ അലി, മ്യൂസിക് മുജീദ് മജീദ്. ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി കളങ്കാവൽ റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. രണ്ടാമത്തെ ചിത്രം ഹൃദയപൂർവ്വം. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് കോമഡി ഫാമിലി മൂവിയാണ് ഹൃദയപൂർവ്വം. ലാലേട്ടനൊപ്പം മാളവിക മോഹൻ, സംഗീത് പ്രതാപ്, സംഗീത, സിദ്ദിഖ്, ലാലു അലക്സ് എന്നിവരും ഹൃദയപൂർവ്വത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോ ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഹൃദയപൂർവ്വത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വത്തിന് തിരക്കഥയൊരുക്കുന്നത് സോനു ടി.പി. ആണ്. ക്യാമറ അനു മൂത്തേടത്ത്, മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ. ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി ഹൃദയപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തും. മൂന്നാമത്തെ ചിത്രം ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഒരു കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ് ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിലിനൊപ്പം കല്യാണി പ്രിയദർശൻ, ധ്യാൻ ശ്രീനിവാസൻ, ലാല്, രഞ്ജി പണിക്കർ, ജോണി ആന്റണി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. സെൻട്രൽ പിക്ചേഴ്സും ആഷിഖ് ഉസ്മാനും ചേർന്ന് നിർമ്മിക്കുന്ന ഓടും കുതിര ചാടും കുതിരയ്ക്ക് തിരക്കഥയൊരുക്കുന്നത് അൽതാഫ് സലീം തന്നെ. ക്യാമറ ആനന്ദ് സി ചന്ദ്രൻ, മ്യൂസിക് ജസ്റ്റിൻ വർഗീസ്. ആവേശത്തിന് ശേഷം ഫഹദ് ഫാസിൽ വീണ്ടും കോമഡി കൈകാര്യം ചെയ്യുന്ന സിനിമയെന്നത് ഈ ചിത്രത്തിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ. ഈ വരുന്ന സെപ്റ്റംബർ 4-ാം തീയതി ഓണം റിലീസായി ഓടും കുതിര കുതിര തിയേറ്ററുകളിലേക്ക് എത്തും. നാലാമത്തെ ചിത്രം വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ഒരു ഡ്രാമ ത്രില്ലർ അഡ്വഞ്ചർ മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിനൊപ്പം ഷമ്മി തിലകൻ, പ്രിയംവദ കൃഷ്ണൻ, അനുമോഹൻ, രാജശ്രീ തുടങ്ങിയവരും വിലായത്ത് ബുദ്ധയിൽ താരങ്ങളായിട്ടെത്തും. ഉർവശി തിയേറ്റേഴ്സിന് വേണ്ടി സന്ദീപ് സേനനും അനീഷ് എം തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ്. ക്യാമറ അരവിന്ദ് എസ് കശ്യാപ്പ്, മ്യൂസിക് ജെയ്ക്സ് ബിജോയി. പൃഥ്വിരാജിന്റെ ഡബിൾ മോഹനൻ, ഷമ്മി തിലകന്റെ ഭാസ്കരൻ മാസ്റ്റർ എന്നീ കഥാപാത്രങ്ങളുടെ ഈഗോ ക്ലാഷ് തന്നെയാണ് വിലായത്ത് ബുദ്ധയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി ഓണം റിലീസായി വിലായത്ത് ബുദ്ധ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ചിലപ്പോൾ ഈ ഒരു റിലീസ് തീയതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ ചിത്രം ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബബ്ബ. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു സന്തോഷ്, സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ് തുടങ്ങി വലിയൊരു താരനിരയും ബബ്ബയിൽ അണിനിരക്കുന്നുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് നൂറിൻ ഷെരീഫും ഷാഹിൻ സഫറും ചേർന്നാണ്. ക്യാമറ ആർമോ, മ്യൂസിക് ഷാൻ റഹ്മാൻ. ഇങ്ങനൊരു വൻ താരനിരക്കൊപ്പം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ കാമിയോ റോളിൽ ഉണ്ടെന്നതാണ് ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി ബബ്ബ റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ആറാമത്തെ ചിത്രം കത്തനാർ. ജയസൂര്യയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഒരു ഹൊറർ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് കത്തനാർ. ജയസൂര്യയ്ക്കൊപ്പം അനുഷ്ക ഷെട്ടി, പ്രഭുദേവ എന്നിവരും കത്തനാരിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന കത്തനാരിന് തിരക്കഥയൊരുക്കുന്നത് R രാമാനന്ദനാണ്. ക്യാമറ നീൽ ഡി കൽഹെ, മ്യൂസിക് രാഹുൽ സുബ്രഹ്മണ്യം. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഐതിഹാസിക ക്രിസ്ത്യൻ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥ സിനിമയാവുന്നു എന്നത് കത്തനാർ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് തന്നെ. ഈ വർഷം ഒക്ടോബർ 17-ാം തീയതി ദീപാവലി റിലീസായി കത്തനാര് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഏഴാമത്തെ ചിത്രം ഡൈസീറെ. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ഡൈസീറെ. പ്രശസ്ത സൗത്ത് ഇന്ത്യൻ നിർമ്മാണ കമ്പനിയായ വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്നാണ് ഡൈസീറെ നിർമ്മിക്കുന്നത്. ചിത്രത്തിന് രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കുന്നു. ക്യാമറ ഷഹനാദ് ജലാൽ, മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമ എന്നത് തന്നെയാണ് ഡൈസീറയുടെ പ്രധാന ഹൈലൈറ്റ്. ഈ വരുന്ന ഒക്ടോബർ 31-ാം തീയതി ഹാലോവിൻ ദിനത്തിൽ ഡൈസീറെ തിയേറ്ററുകളിലേക്ക് എത്തും. എട്ടാമത്തെ ചിത്രം ടിക്കി ടക്ക. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ എന്റർടൈൻമെന്റ് മൂവിയാണ് ടിക്കി ടക്ക. ആസിഫിനൊപ്പം ലുക്മാൻ, വാമിക ഗബി, നസ്ലിൻ, ഹർശ്രീ അശോകൻ തുടങ്ങിയവരും ടിക്കി ടക്കയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഷിജു മാത്യു, അഭിഷേക് ഗണേഷ് തുടങ്ങിയവർ ചേർന്ന് നിർമ്മിക്കുന്ന ടിക്കി ടക്കയ്ക്ക് തിരക്കഥയൊരുക്കുന്നത് ഫിറോസ് നജീബാണ്. ക്യാമറ സോണി സബാൻ, മ്യൂസിക് ഡോൺ വിൻസെന്റ്. ആസിഫ് അലി ആദ്യമായി ഒരു മുഴുനീള ആക്ഷൻ ചിത്രത്തിൽ ലീഡ് റോളിൽ എത്തുന്നു എന്നത് തന്നെയാണ് ടിക്കി ടക്കയുടെ പ്രധാന ഹൈലൈറ്റ്. ഈ വർഷം ഡിസംബർ 5-ാം തീയതി ടിക്കി ടക്ക റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം.
9ാമത്തെ ചിത്രം സർവ്വമായ. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി ഫാന്റസി മൂവിയാണ് സർവ്വമായ. നിവിൻ പോളിക്കൊപ്പം അജു വർഗീസ്, അൽതാഫ് സലീം, വിനീത്, ജനാർദ്ദനൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. അജയകുമാർ, രാജീവ് മേനോൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന സർവ്വമായയ്ക്ക് തിരക്കഥയൊരുക്കുന്നത് അഖിൽ സത്യൻ തന്നെ. ക്യാമറ ശരൺ വേലായുധൻ നായർ, മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകർ. നിവിൻ പോളി നായകനാകുന്ന ഒരു ഹൊറർ കോമഡി ഫാന്റസി മൂവി എന്നത് തന്നെയാണ് സർവ്വമായയുടെ പ്രധാന ഹൈലൈറ്റ്. ഈ വർഷം ഡിസംബർ മാസം 19-ാം തീയതി സർവ്വമായ തിയേറ്ററുകളിലേക്ക് എത്തും. 10ാമത്തെ ചിത്രം ആട് 3. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു എപ്പിക് ഫാന്റസി കോമഡി മൂവിയാണ് ആട് 3. ജയസൂര്യക്കൊപ്പം വിനായകൻ, സണ്ണി വെയിൻ, സൈജു കുറുപ്പ്, ധർമ്മജൻ, ബിജുക്കുട്ടൻ, ഇന്ദ്രൻസ് തുടങ്ങി വലിയൊരു താരനിരയും ആട് 3-ൽ അണിനിരക്കുന്നുണ്ട്. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബുവും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് തന്നെ. ക്യാമറ വിഷ്ണു നാരായണൻ, മ്യൂസിക് ഷാൻ റഹ്മാൻ. ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ഷാജി പാപ്പനും സംഘവും വീണ്ടും എത്തുന്നു എന്നത് തന്നെയാണ് ആട് 3യുടെ പ്രധാന ഹൈലൈറ്റ്. ഈ വരുന്ന ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി ആട് 3 തിയേറ്ററുകളിലേക്ക് എത്തും.